അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര ഒരു റോഡ് ട്രിപ്പാണ്. ഇടുക്കിയിൽ നിന്ന് ചുരമിറങ്ങി തമിഴ്നാടൻ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ചുരം പാതയായ ബോഡിമെട്ട്. ആ ബോഡിമെട്ടിലെ പാതയിലെ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് ആണ് ഈ യാത്ര ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ദൃശ്യമനോഹരമായ ഒരു കാഴ്ചയാണ്. കണ്ടതിന് ശേഷം തിരിച്ചത്. സഹ്യനെ ചുറ്റിവരിഞ്ഞ് തമിഴ്നാടൻ കാർഷിക സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന പാത. ബോഡിമെട്ട് മലമുകൾ മുതൽ താഴ്വാരം വരെ 17 ഹെയർപിൻ വളവുകളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ചുരം പാതയിൽ ഉള്ളത്. ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള മറ്റ് ചുരം പാതകളെ അപേക്ഷിച്ച് ഏറെ മനോഹരമാണ് ഈ പാതയിലെ കാഴ്ചകൾ. പുലർച്ചെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന താഴ്വാരം, കിലോമീറ്ററുകൾ നീളത്തിൽ മലനിരകളെ ചുറ്റിക്കടന്നു പോകുന്ന റോഡ്, ചെങ്കുത്തായ പർവ്വതങ്ങൾ, മഴക്കാലത്ത് കൂടുതൽ കാഴ്ചകൾ പകർന്ന് വിരുന്നെത്തുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ. അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ഈ യാത്രയിൽ. അതാണ് 68-ല് ഞാൻ റോഡ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞത്. അതിന് മുമ്പ് കുതിര സവാരിയും അങ്ങനെയുള്ള കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നതും ആൾക്കാർ വന്നുകൊണ്ടിരുന്നതും. അതിനു മുമ്പ് നടന്നു വന്നിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഏരിയ രാജാവിൻ്റെ കാലത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ആർക്കോ രാജാവ് പതിച്ചു കൊടുത്തതാണ്. ഏലത്തോട്ടം നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വരുമ്പം അവർ കുതിരപ്പുറത്ത് വരും. ആ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തി എന്നവരെ താഴേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഈ മലയുടെ മുകളിൽ ഒരു ലൈറ്റ് തെളിച്ചു കൊടുക്കും. ആ ലൈറ്റ് തെളിക്കുമ്പോൾ താഴെയുള്ളവർക്ക്, അതായത് ഈ ഇവരുടെ വീട്ടുകാർക്കറിയാം അവർ സേഫായിട്ട് ഇവിടെ എത്തി എന്നുള്ളത്. കാലഘട്ടം മുതൽ ചരിത്രം പറയാനുണ്ട് ബോഡിമെട്ട് ചുരത്തിന്. ഇടുക്കിയിൽ നിന്നും ഏലവും തേയിലയും കുരുമുളകും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ
തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു പാത തുറന്നത്. മൂന്നാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില കൃഷി ആരംഭിച്ചതോടെ നടപ്പാത കാളവണ്ടി യാത്രയ്ക്കായി വിപുലീകരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് അരിയും പലവ്യഞ്ജനവും ചുരം കയറി മലമുകളിലെത്തി. കാളവണ്ടി യുഗവും കുതിരക്കുളമ്പടിയും പിന്നിട്ട് മോട്ടോർ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാതയായി നവീകരിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗതവും ഇതുവഴി 1963 നവീകരിച്ച ശേഷം 2023-24 വർഷത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മിച്ചു. തിരുവിതാംകൂർ പൂഞ്ഞാർ രാജഭരണ കാലഘട്ടത്തിലെ ചുങ്കം പിരിവ് മുതലുള്ള ചരിത്രമുണ്ട് ഈ പാതയ്ക്ക്. രാജമുദ്ര പതിപ്പിച്ച കെട്ടിടങ്ങൾ ഇന്നും ബോഡിമെട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പഴയകാല വാണിജ്യ പാതയ്ക്ക് ഇന്ന് വിനോദസഞ്ചാരത്തിലാണ് പ്രൗഢി കൂടുതൽ. മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തേയിലച്ചെരുവുകളും ഏലമലകളും പിന്നിട്ട് ആനയിറങ്കലും കണ്ട് ചുരമിറങ്ങിയാൽ സ്വന്തമാകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പാണ്. ന്യൂസ് 18 ഇടുക്കി. എന്ത് രസമുള്ള കാഴ്ചകളാണല്ലേ. അപ്പോൾ വെറുതെ വാഹനത്തിൽ ഇരുന്നാൽ തന്നെ ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ പോകുന്ന വഴിക്കൊക്കെ വെള്ളച്ചാട്ടങ്ങളും അതുമൊക്കെ ഇറങ്ങി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ ഒരു കാഴ്ചകളുടെ കൂമ്പാരം തന്നെയാണ് ഈ ബോഡിമെട്ട് ബോഡി ചുരം പാതയിലുള്ളത്. അപ്പോൾ പറ്റുന്നവർ അതുവഴി പോകാൻ പറ്റുന്നവർ, അങ്ങനെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി പ്രിൻസ് ആണ് ആ ചിത്രങ്ങൾ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പകർത്തി ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ നേരം വൈകുന്നേരത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.